ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പവും വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അപ്പത്തിലേക്ക് തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് അതുപോലെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവോള, പിന്നെ ഗ്രീൻ പീസും ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ബീൻസ് ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി അരിഞ്ഞിടാം. ഈ ഒരു സൈസിലേക്ക് ആക്കിയിടാം. ഇനി പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് കോളിഫ്ലവർ വേറെ വേവിച്ചെടുത്തിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയാണ് അതിൽ ചേർക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്കത് വെന്ത് വന്നതിന് ശേഷം സവാളയൊന്ന് വഴറ്റിയെടുക്കണം. സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയും കൂടി വഴറ്റി ഗരം മസാല പൗഡറാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി കുക്കറിൽ വേവിച്ചെടുത്ത പച്ചക്കറികളും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഞാൻ തവി വെച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നാളികേരപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. നാളികേരപ്പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ, ഒരുപാട് തിക്കുമല്ല, എന്നാൽ നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയുള്ള നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെജിറ്റബിൾ കറി റെഡി ആയിട്ട് വരും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈസ്റ്റ് ചേർക്കാതെയാണ് അരയ്ക്കുക, എന്നാലും നന്നായി പൊന്തി വരാറുണ്ട് കേട്ടോ അപ്പം. പച്ചരി കുതിർത്തതും അതുപോലെ നാളികേരവും ചോറും കൂടി ചേർക്കും. എന്നിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് അരച്ച് തലേദിവസം എടുത്ത് വയ്ക്കും.